നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേന വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിലെ പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. CCTV വീഡിയോയിലെ ചിത്രങ്ങളാണ് സുരക്ഷാ സേന പുറത്തുവിട്ടത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 2 പാകിസ്ഥാൻ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു. ഇവരുടെ വിവരങ്ങൾ നൽകുന്നവർക്ക് സൈന്യം 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. വീഡിയോ ദൃശ്യങ്ങളിലെ 3 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുൻ പാകിസ്ഥാൻ സൈനിക കമാൻഡോ ഇല്യാസ്, പാകിസ്ഥാൻ ഭീകരൻ ഹാദൂൻ, നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബ കമാൻഡർ അബു ഹംസ എന്നിവരാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. 3 പേരും ഹൈ പവേർഡ് അസോൾട്ട് റൈഫിളുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ നിർമ്മിതമായ M4S, റഷ്യൻ നിർമ്മിതമായ AK-47S തുടങ്ങിയവയാണ് ആക്രമണത്തിൽ ഉപയോഗിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിന് നേരെ പതിയിരുന്ന് ഭീകരർ നടത്തിയ വെടിവയ്പ് കണ്ട പൂഞ്ചിലെ ഒരു പ്രദേശവാസി ഭീകരരുടെ ആക്രമണത്തിനിടെ സംഭവിച്ച ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ പങ്കിട്ടു. പൂഞ്ചിലെ സുരൻകോട്ട് മേഖലയിൽ നടന്ന ആക്രമണത്തിൽ 5 എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ പരിക്കേറ്റു. അവരിൽ ഒരാൾ കോർപ്പറൽ വിക്കി പഹാഡെ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങി. പൂഞ്ചിലെ ജരൻവാലി ഗലി പ്രദേശത്ത് ഒരു പ്രദേശവാസി അസ്കർ എന്നയാൾ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിലുള്ള വെടിവെപ്പ് ഏകദേശം 20 മിനിറ്റോളം തുടർന്നു എന്ന് പറഞ്ഞു. ഉഗ്രമായ വെടിവെപ്പ് പൊട്ടിപ്പുറപ്പെടുകയും ഏകദേശം 20 മിനിറ്റോളം നീണ്ടു നിൽക്കുകയും ചെയ്തതിനാൽ ഞങ്ങൾ ഭയപ്പെട്ടു. കുറച്ച് സൈനികർക്ക് പരിക്കേറ്റതായും അവരിൽ ഒരാൾ പിന്നീട് മരണത്തിന് കീഴടങ്ങിയതായും താൻ പിന്നീട് മനസ്സിലാക്കിയെന്നും വ്യക്തമാക്കി. വെടിമുഴങ്ങിയപ്പോൾ എന്റെ കുട്ടികൾ കരയാൻ തുടങ്ങി. ഇടതൂർന്ന ഇരകളുടെ ഇടയിലൂടെ എനിക്ക് വ്യക്തമായി കാണാൻ കഴിയാത്തതിനാൽ എത്ര ഭീകരർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പ്രത്യേകം പറയാനാവില്ല, ദൃക്സാക്ഷി വ്യക്തമാക്കി. ഈ പ്രദേശത്ത് ഇത്തരമൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ഇതാദ്യമാണെന്നും അസ്കർ കൂട്ടിച്ചേർത്തു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. ഈ വിദൂര പ്രദേശത്ത് അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ആക്രമണത്തിന് ശേഷം വരുന്നത് നിർത്തി. ആക്രമണം നടത്തിയതിന് ഉത്തരവാദികളായ ഭീകരരെ കണ്ടെത്തുന്നതിനായി ജമ്മു മേഖലയിലെ പൂഞ്ച്, രജൌരി എന്നീ ഇരട്ട അതിർത്തി ജില്ലകളിൽ സുരക്ഷാ സേന തിരച്ചിൽ ഊർജിതമാക്കിയതായി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.